രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച പ്രതിപക്ഷം ഉടൻ കത്ത് നൽകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ച സ്പീക്കർക്ക് കത്ത് നൽകുക. വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി. വിനയ, ഒരു സ്വാഭാവിക നടപടിയാണ് സ്പീക്കർക്ക് കത്ത് നൽകുക എന്നുള്ളത്. എന്നാൽ അതിനുശേഷം പിന്നീടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭയിലെ സ്ഥാനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷത്തിൽ, ഒരു മുന്നണിയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഇരിക്കാൻ സാധിക്കില്ല. നേരത്തെ അത്തരത്തിൽ നിയമസഭയിൽ ഇരുന്നിട്ടുള്ളത് PV അൻവറാണ്. ആ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിയിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമോ, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങളുമൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. ഈ നിയമസഭ തുടങ്ങുമ്പോൾ ഏറ്റവും അല്ലെങ്കിൽ ചോദ്യമായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമോ എന്നൊരു കാര്യം തന്നെയാണ്. പാർട്ടി സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി എടുത്തു. പാർട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ മാതൃകാപരമായിട്ടൊരു നടപടി എടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട്. ഈ ഒരു നടപടി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത നടപടി സ്പീക്കറെ അറിയിക്കേണ്ടതുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ കത്ത് നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും കത്ത് നൽകിയിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്ത് സ്പീക്കർക്ക് നൽകുക. ഈ തുടക്കം മുതൽ തന്നെ കേസ് വന്നപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് കടുത്ത നിലപാട് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. യാതൊരു തരത്തിലുള്ള പിന്തുണയും രാഹുലിന് നൽകാത്ത ഒരു നിലപാട് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇനി രാഹുൽ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഒരു MLA ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. രാഹുലിനോട് വരണ്ട എന്ന് പറയാൻ തങ്ങൾക്ക് സാധിക്കില്ല, പാർട്ടിക്ക് സാധിക്കില്ല. കാരണം ഒരു ജനപ്രതിനിധിയാണ്, രാഹുലിനാണ് അത് തീരുമാനിക്കുക. രാഹുലിന് നിയമസഭയിലേക്ക് വരണോ വരണ്ടയോ എന്ന കാര്യം രാഹുൽ തന്നെ തീരുമാനിക്കുമെന്നൊരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ രാഹുൽ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ രാഹുലിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ പാർട്ടി മറുപടി പറയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് അടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് രാഹുൽ നിയമസഭയിലേക്ക് വരരുത് എന്നൊരു അഭിപ്രായം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഈ പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇനി നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ട അവസ്ഥയടക്കം വരും. ഈ PV അൻവർ ഇരുന്ന പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ട അവസ്ഥ വരും. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുകയില്ല. പ്രധാനമായും ഈ ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെതായി അല്ലെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഭരണപക്ഷത്തോട് ആഞ്ഞടിക്കാനുള്ള തീരുമാനത്തിലാണ്. അതായത് കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഭരണപക്ഷത്തോട് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം അടക്കമുള്ളത്. ആ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ അത് ഭരണപക്ഷത്തിന് മറ്റൊരു വിഷയമായി മാറും. ആ വിഷയത്തിൽ നിന്നും ഈ കസ്റ്റഡി മർദ്ദനം എന്ന കാര്യത്തിൽ നിന്നും തെന്നി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം തന്നെ പോകും. അത് പ്രതിപക്ഷത്തിന് ഭയങ്കര, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പോരായ്മയായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറി നിൽക്കാൻ തന്നെയാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായി പല ആളുകളും പ്രതിപക്ഷ നേതാവിന്റെ അടക്കം തന്നെ നിർദ്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 20 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ നിയമസഭയിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ലയോ എന്ന ഒരു കാര്യം തന്നെയാണ്. അത് രാഹുൽ തന്നെയാണ് തീരുമാനിക്കുക. പക്ഷേ രാഹുൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് താൻ കാരണം പാർട്ടി ഒരു തരത്തിലും തരം താഴേണ്ട അവസ്ഥയിലേക്ക് വരില്ല, പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ താൻ സമ്മതിക്കില്ല. അത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ആ കാര്യങ്ങളടക്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. മറ്റു നേതാക്കളടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ചേരിയിലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒരു
പ്രതിപക്ഷം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ എന്ന കാര്യം തന്നെയാണുള്ളത്. തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. രാഹുൽ വരുമോ എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ഉടൻ തന്നെ സ്പീക്കർക്ക് സസ്പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കത്ത് നൽകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച ഒരു വിവരം. ശരി, വിനയ രാജാണ് വിവരങ്ങൾ നൽകുന്നത്.